നിലവിൽ ഒരു പ്രതീക്ഷയറ്റ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. ഇന്നത്തെ തെരച്ചിലിനെ സംബന്ധിച്ച് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ തെരച്ചിൽ തുടരുമെന്നാണ് നമ്മൾ കരുതിയത്. ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴ വെല്ലുവിളിയാവുന്നു. ഒഴുക്കുണ്ട്. ഇനി ഈ രാത്രിയിൽ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുക അസാധ്യമാണ് എന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് ഇപ്പോൾ ആർമി വാഹനങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകും. ഹിറ്റാച്ചികളും തൽക്കാലം ഇനി പ്രവർത്തിപ്പിക്കില്ല. എക്സ്കവേറ്ററും ഹിറ്റാച്ചിയും മാത്രമായിരിക്കും ഇനി ആ സ്ഥലത്തുണ്ടാവുക. ശക്തമായ മഴയാണ്. അവിടെ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത ശക്തമായ മഴ രാത്രിയിലും തുടരുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുമുണ്ട്. മാത്രവുമല്ല, പുഴയുടെ തീരത്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്. വേണ്ടത്ര ലൈറ്റിംഗ് സംവിധാനങ്ങളോട് ഒരുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നേരത്തെ ഉള്ളതുപോലെ അവിടെ ആകെ 1-2 വാഹനങ്ങളുടെ ലൈറ്റിംഗ് സംവിധാനമാണ്. കൂടുതൽ വാഹനങ്ങൾ അവിടെ എത്തിച്ചാലും ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. നമുക്ക് ഒരു പ്രതികരണം കൂടി കേൾക്കാം എന്ന് തോന്നുന്നു. ദീപക, ഇപ്പോൾ ദുരന്ത ഭൂമിയിൽ ഇനി അവശേഷിക്കുന്നത് ഹിറ്റാച്ചിയും എക്സ്കവേറ്ററും മാത്രമാണ്. ഇപ്പോൾ സച്ചിനോട് പറയൂ, രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കുന്നത്. വീണ്ടും പ്രതീക്ഷയുടെ മേൽ കാർമേഘം വന്ന് മൂടിയിരിക്കുന്നു. പ്രതീക്ഷ പോലെ വലിയ വലിയ കാലാവസ്ഥ തെളിഞ്ഞു നിന്നപ്പോൾ നമ്മൾ കരുതിയത് രക്ഷാപ്രവർത്തനം. അരുൺ, ഇപ്പോൾ നമുക്ക് എസ് പിയുടെ പ്രതികരണം കൂടി തേടാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എസ് പി നാരായണനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇക്കാര്യത്തിൽ സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പി നാരായണ